മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാർക്കോയാണെങ്കിൽ സാഗറിനെ കാണാനായിട്ട് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് സാഗർ സത്യം ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാർക്കോ, എൻ്റെ ബലമായ സംശയം ആ മേഘനാഥൻ എന്നെ ചതിച്ചതാണോന്നാ. അവൻ ആരെങ്കിലും കൊണ്ട് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെപ്പിച്ചതായിരിക്കും, അല്ലാതെ എനിക്കിപ്പം കഞ്ചാവുമായിട്ട് ഒരു ബന്ധവുമില്ല. മഞ്ജുവായിട്ടുള്ളൊരു ജീവിതം തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ പോലും വലിക്കാറില്ല, എന്നെ ഒന്ന് വിശ്വസിക്കും മാർക്കോ എന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തൽക്കാലം നിന്നെ വിശ്വസിക്കാം, ഇനിയിപ്പോൾ കേസിൻ്റെ അന്വേഷണമൊക്കെ കഴിയുമ്പം നീ തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു, പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന്. അന്നേരം സാഗർ പറയുന്നുണ്ട്, അത് മാർക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അത് ഞാൻ തെറ്റുകാരനാണോ എന്ന് തെളിഞ്ഞതിന് ശേഷം വേണം. എന്തായാലും എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്കും മാർക്കോ. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ജാമ്യത്തിൽ ഇറക്കാൻ ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്, പിന്നെ നീ നിരപരാധിയാണെങ്കിൽ നിന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ മേഘന ഇത് ചെയ്തെങ്കിൽ അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സാഗറാണെങ്കിൽ മഞ്ജുവിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, മഞ്ജു അറിഞ്ഞിട്ടില്ല, മഞ്ജു അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഒരു ചെകുത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ വന്നത് വേറൊരു ചെകുത്താൻ്റെ കയ്യിലേക്കാണല്ലോ എന്നോർത്ത് അവളിനി ആത്മഹത്യ ചെയ്യുമെന്നും എനിക്കറിയില്ല. ആ സമയത്ത് സാഗറിനാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, മാർക്കോ ഒരിക്കലും എൻ്റെ മഞ്ജു അങ്ങനെയൊന്നും ചെയ്യരുത്, അവൾ പാവ, അവൾ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയത്. എന്തായാലും മഞ്ജുവിനെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തേക്കാം, പിന്നെ നീ നിരപരാധിയാണെങ്കിൽ അതിന് നമ്മൾ തെളിവ് കൊടുക്കണം, എന്നാലേ കേസിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മാർക്കോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നേരെ പോകുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ്. തോമസ് ഡോക്ടറെ ചെന്ന് കണ്ടതും മാർക്കോ പറയുന്നുണ്ട്, സാറിന് തോന്നുന്നുണ്ടോ സാഗർ അതുപോലെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പം, ഇല്ല മാർക്കോ, ഞാനിപ്പോൾ ഒരു മാസമായില്ലേ സാഗറിൻ്റെ കൂടെ എവിടെയൊക്കെ പോകുന്നു, ആ സമയത്ത് അവനിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വണ്ടി ലോക്ക് ചെയ്യേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമല്ലേ, അവനത് ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയെയും വിവരം അറിയിച്ചേരെ. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറും മഹാലക്ഷ്മിയും അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവർ സഹായിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഈ സാഗറും മഞ്ജുവായിട്ടൊരു ജീവിതം തുടങ്ങിയതുകൊണ്ട് തന്നെ മഞ്ജുവിനോടും കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് അവരും മഞ്ജുവിനെ ഏറ്റെടുക്കുമെന്ന് തോന്നലില്ല. അന്നേരം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇവനെ വിശ്വസിച്ച് ഇവൻ്റെ കൂടെ ഇറങ്ങി തിരിഞ്ഞ ആ പെൺകൊച്ചിൻ്റെ കാര്യം കഷ്ടത്തിലായല്ലോ മാർക്കോ എന്ന് പറയുമ്പം, സാഗർ ഞങ്ങളോട് ആണയിട്ട് പറഞ്ഞത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാ, ആ മേഘനാഥൻ തന്നെ ഇതിൻ്റെ പിന്നിലായിരിക്കുമെന്നാണ് സാഗർ പറഞ്ഞതെന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. ഇതുവരെയും സാഗറിനെ എവിടെ വെച്ച് കണ്ടാലും ആക്രമിക്കാനുള്ളൊരിത് മേഘനാഥൻ കാണിക്കാറുണ്ടായിരുന്നു, പല പ്രാവശ്യവും അതിൽ നിന്ന് നമ്മളെല്ലാവരും അല്ലേ സാഗറിനെ രക്ഷിച്ചത്. അതുമാത്രമല്ല, അവൻ്റെ അച്ഛനെയും കൊണ്ട് ഇവിടുന്ന് പോയ ഉടനെയാണ് സാഗറിൻ്റെ വണ്ടിയിൽ ഈ കഞ്ചാവ് കണ്ടതും, അതുകൊണ്ട് തന്നെ അവൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അതിന് നമുക്ക് തെളിവുകൾ വേണ്ടേ, അതുമാത്രമല്ല സാഗറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ സാഗർ അത് ചെയ്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. എന്തായാലും അതിന് വേണ്ട തെളിവുകൾ നമുക്ക് ശേഖരിക്കണം, അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് സാഗറിനെ രക്ഷിക്കണം സാറേ എന്ന് പറയുമ്പം, നീ എന്ത് തീരുമാനിച്ചാലും അതിന് നിനക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും, തെളിവുകൾ ശേഖരിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന്. പിന്നീട് നമ്മളുടെ സാഗറിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന സാലറിയൊക്കെ നമ്മളുടെ മാർക്കോയുടെ കയ്യിൽ തോമസ് ഡോക്ടർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് സാലറിയാണ്, അത് അവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാണ്ടിരുന്നത് നേരിട്ട് കയ്യിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ, ഇനിയിപ്പോൾ എന്തായാലും അതിന് സാധിക്കില്ലല്ലോ, ഇതിപ്പോൾ തൽക്കാലം മാർക്കോ വാങ്ങിക്കോ, എന്നിട്ടിത് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്ക്, അവൾക്കും അവിടെ പൈസയ്ക്കൊക്കെ ആവശ്യങ്ങളുണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ മാർക്കോയും ലോപ്പസും തോമസ് ഡോക്ടറോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് അവർ ചെല്ലുന്നത് സാഗറിൻ്റെ വീട്ടിലോട്ടാണ്. ഈ സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ റെഡിയായി നിൽക്കുകയാണ്. സാഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ പോണതിന് മുമ്പ്, ഇന്ന് സാലറി കിട്ടുന്ന ദിവസമാണ്, സാലറി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സിനിമക്കൊക്കെ പോകാം, കുറേ നാളായില്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടും സിനിമയ്ക്ക് പോയിട്ടും, അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ വരാം, മഞ്ജു അപ്പോഴേക്കും റെഡിയായി നിൽക്കണമെന്നും പറഞ്ഞിട്ടാണ് സാഗർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ സാഗർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മഞ്ജു റെഡിയായിയൊക്കെ നിൽക്കുന്ന സമയത്താണ് വാതിലിൽ മുട്ടണം ഒച്ച വെക്കണേ. ആ നേരത്ത് മഞ്ജു വിചാരിക്കുന്നത് സാഗർ നേരത്തെ വരാമെന്ന് പറഞ്ഞതുകൊണ്ട്
നേരത്തെ വന്നതായിരിക്കും. അപ്പോൾ സിനിമയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ഓടി വന്ന് വാതിൽ തുറക്കണം. മഞ്ജു നോക്കുമ്പോൾ സാഗറിനെ കാണുന്നില്ല. എന്നിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മളുടെ മാർക്കോനെയും ലോപ്പസിനെയാണ്. അപ്പോൾ സാഗറേട്ടൻ എന്തെന്ന് ചോദിക്കുമ്പം ഇവർക്ക് രണ്ടുപേർക്കും അതിന് മറുപടി ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ പറ്റിയ സാഗറേട്ടൻ, എന്താ പറ്റിയ സാഗറേട്ടൻ, എന്തെങ്കിലും ആപത്ത് പറ്റിയോ, എന്താ സംഭവിച്ചത്, നിങ്ങൾ എന്താണെങ്കിലും പറയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട്, മഞ്ജു ഞങ്ങൾ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ചതി പറ്റി. എന്ത് ചതിയാന്ന് ചോദിക്കുമ്പോൾ സാഗറിൻ്റെ വണ്ടിയിൽ നിന്നും കുറച്ച് കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു, അതുകൊണ്ട് തന്നെ പോലീസ് സാഗറിനെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് സാഗറേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഉറപ്പായിട്ടും ആ മേഘനാഥൻ ചെയ്ത ചതിയായിരിക്കും അത്. അവൻ സാഗറേട്ടനെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അതവൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് സത്യമായിട്ടും സാഗറേട്ടൻ ചെയ്തേക്കണതല്ല, ആ മേഘനാഥൻ സാഗറേട്ടനെ ചതിച്ചേക്കണേന്ന്. ആ സമയത്ത് മാർക്കോയും പറയുന്നുണ്ട് ഞങ്ങൾക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്, മേഘനെ തന്നെയാണ് ഞങ്ങളുടെ സംശയം. എന്തായാലും അതിന് നമ്മളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. തൽക്കാലം ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ വല്ലാണ്ട് കിടന്ന് കരയുന്നുണ്ട്. അന്നേരം മാർക്ക് പറയുന്നുണ്ട് മഞ്ജു സമാധാനമായിട്ടിരിക്കുക, എന്തായാലും മഞ്ജു കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും ചെന്ന് കണ്ട് വിവരങ്ങളൊന്ന് പറഞ്ഞുതരേന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് ഏട്ടനോടും ഏടത്തിയോടും ഞാൻ ചെന്ന് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല, അവർക്ക് സാഗറേട്ടനോട് ഭയങ്കര വെറുപ്പാണ്. അത് സാഗറേട്ടൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണ്, എനിക്കതിന് ഏട്ടനെ ഏടത്തിയും കുറ്റം പറയാനും പറ്റൂല. എന്തായാലും ഞാൻ ഏട്ടനെ ഏടത്തിയും കാണാൻ പോകുന്നില്ല മാർക്കോന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് മഞ്ജുവിന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും ചെന്ന് കണ്ട് സംസാരിക്കാം, എന്തായാലും അവർ നിങ്ങളെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് അത് ഉറപ്പാണ്, ഏട്ടനും ഏടത്തിയും ഞങ്ങളെ സഹായിക്കില്ല, എങ്ങനെയെങ്കിലും സാഗറേട്ടനെ പുറത്തിറക്കാനുള്ള ഏർപ്പാട് ചെയ്യും മാർക്കോ എന്ന് പറയുമ്പം പുറത്തിറക്കാനുള്ള ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സാഗർ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള തെളിവുകൾ കണ്ടെത്തണം. എന്തായാലും ഞങ്ങളൊന്ന് അനന്ത് സാറുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് മാർക്കോയും ലോപ്പസും അനന്തുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടി അനന്തുവിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഇതിലെനിക്ക് ഒരു സംശയമില്ല, ഇതാ മേഘൻ്റെ ചതി തന്നെയാണ്, അവൻ ഏത് വിധേനയും മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് സാഗറിനെ ഇപ്പം ഇങ്ങനെ കുടുക്കിയേക്കണേ. അത് തെളിയിക്കണമെങ്കിൽ നമുക്ക് സാഗറും ഡോക്ടറും പോയ വഴിയിലുള്ള CC ക്യാമറകളെല്ലാം ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി അന്ന് ഡോക്ടർ ഏത് റൂട്ടിലാണ് പോയതെന്നും എവിടെയൊക്കെ പോയതെന്നും നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയണു. ആ സമയത്ത് നമ്മളുടെ മാർക്കോ തോമസ് ഡോക്ടർക്ക് ഫോൺ ചെയ്തിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പം എല്ലാ കാര്യങ്ങളും ഡോക്ടർ വിശദമായി തന്നെ മാർക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തോമസ് ഡോക്ടർ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് സമയം വൈകിയാണ് തിരിച്ചു വന്നത്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ സാഗർ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം സാഗർ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആരായിരുന്നു ഫോണിൽ നിന്ന് ചോദിക്കുമ്പം മഞ്ജു ആയിരുന്നു എന്നാണ് തോന്നണേ. ഞാൻ വന്നതും പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് അവൻ വണ്ടിയിൽ വന്ന് കയറുകയോ ചെയ്തേന്ന്. ആ സമയത്ത് കാറിൻ്റെ ഡോറ് ലോക്കായിരുന്നോ സാറേ എന്ന് ചോദിക്കുമ്പം അല്ല, ഡോറൊന്നും ലോക്കല്ലായിരുന്നു, ഞാൻ വന്നതും ഞാൻ ഡോറ് തുറന്നു വണ്ടിക്കകത്ത് കയറി ഇരിക്കുമായിരുന്നു, പിന്നീട് ആ സാഗർ വണ്ടിയിൽ വന്ന് കയറിയെന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സാറൊന്ന് അയച്ചു തന്നേരെന്ന് പറയണു. ഇതേസമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. വാമദേവനോട് പറയുന്നുണ്ട് അച്ഛാ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ സാഗറിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്തായാലും മഞ്ജുവിന് പോകാൻ ഒരിടവും ഉണ്ടാവില്ല, അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഇത് വല്ലതും നടക്കണ കാര്യമാണോ, അവൾ നല്ല വാശിയുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ സാഗറിനെ നീ ഏത് കേസിൽ കുടിക്കാലും അവൾ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അവൾ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല, പക്ഷേ അവളെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം അച്ഛാ, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കണ്ണൻ്റെ സ്വത്തുക്കൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ണൻ്റെ സ്വത്തുക്കൾ എന്ത് അവകാശം വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കണേന്ന് ചോദിക്കണം. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷേ നീ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നാലല്ലേ ഉള്ളൂ. എന്തായാലും സാഗർ ഇപ്പോൾ കള്ളക്കേസിൽ കുടുങ്ങിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അവർ സാഗറിനെ പുറത്തെടുക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും സാഗറിനെ ഈ കേസിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ബലമായിട്ട് കേസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയധികം കഞ്ചാവ് കാറിൽ വെച്ചിരുന്നത്. അത് തൊണ്ടി മുതലോടുകൂടി അവനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്.
ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയാൽ അവൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടൂലേ എന്ന് ചോദിക്കുമ്പം അച്ഛനക്ക് എപ്പോഴും ഇതുപോലെ പറഞ്ഞാലാണോ മനസ്സമാധാനം കിട്ടുള്ളൂ? അല്ലെങ്കിൽ ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അച്ഛനെ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്താൽ ഇപ്പം സംസാരിക്കണേ, ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ അതിന് എതിരാ പറയണതെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാടാ മേഘ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാനിപ്പോൾ വീൽ ചെയറിലായി. അതെന്തുകൊണ്ടാണ് മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട്. ഇനിയിപ്പോൾ കരുണയുടെ മുത്തശ്ശിയും കൂടി കണ്ണനും മഹാലക്ഷ്മിക്കും വിഷം കൊടുത്തതിൻ്റെ പ്രത്യാഘാതം കരുണയെ എങ്ങനെ ബാധിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ഈ സമയം നമ്മുടെ കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കാൻ മുത്തശ്ശി സഹിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പം മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നുണ്ട്, മോളെ ഇനി മോൾക്ക് പായസം എങ്ങാനും മാറിപ്പോയോ എന്ന്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഭയങ്കര പേടിയോടുകൂടി മുത്തശ്ശിന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.